ഇതൊരു നട്ടപ്പാതിരൊക്കെ എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. രാത്രി നമ്മൾ ഒരുപാട് വൈകി ഫ്രണ്ട്സൊക്കെ ആയിട്ട് കറങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾ ഉറപ്പായിട്ടും വന്ന് ഫുഡ് കഴിക്കേണ്ട ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ഇവിടുത്തെ ദോശ ആയാലും പൂരി ആയാലും പ്രത്യേകിച്ച് ഇവിടുത്തെ ചട്നി അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. നമ്മുടെ ഫ്രണ്ട്സ് തന്നെ റെക്കമെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ വന്ന് ഫുഡ് ട്രൈ ചെയ്ത് നോക്കിയത്. സത്യം പറഞ്ഞാൽ കിടിലനായിരുന്നു. രഞ്ജിത്ത് എന്നാണ് കേട്ടോ ഈ ചേട്ടൻ്റെ പേര്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും എനിക്കത് കഴിക്കാനായിട്ട് അത്രയും കൊതി വരുന്നുണ്ട്. അത്ര അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. അതുപോലെ ഇവിടുത്തെ ചട്നി ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ നമുക്ക് പൂരിക്ക് എന്ന് പറഞ്ഞാൽ നോർമൽ മസാലയും കാണും, അതുപോലെ ഇന്ത്യൻ കോഫി ഹൗസിലെ പോലെ ബീട്രൂട്ട് ഇട്ടിട്ടുള്ള മസാലയും കാണും കേട്ടോ. ഉറപ്പായിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. രാത്രി ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് വയർ ഫില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ഇവിടെ പോയപ്പോഴത്തേക്കും ഒരു പൂരി കഴിക്കാന്നുള്ള പ്ലാനിലാണ് പോയത്. പക്ഷെ അടിപൊളിയായിരുന്നു. ഒറ്റ ഇരിപ്പിന് 5 പൂരിയാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ നമ്മുടെ ഒരു കിടിലൻ ഒരു പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലിൻ്റെ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് വാടക്കൽ സൺ ഫാർമയുടെ തൊട്ട് ചേർന്ന് തന്നെയാണ്. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ ഇറങ്ങിയത് ഒരു കട്ടൻ ചായ കുടിക്കാനാണ്. അത് നമ്മുടെ സഹീറിന്റെ തീറ്റയിൽ. അങ്ങനെ നമ്മൾ കടയിൽ നല്ല വൈബൊക്കെ അടിച്ചിരുന്നു. സഹീർ നല്ല ഒന്നാം തരം കട്ടൻ ചായയൊക്കെ ഇട്ടാണ് കേട്ടോ. വെളുപ്പിന് ഒരു 3 മണി വരെയൊക്കെ ഇവിടെ കട ഓപ്പൺ ആണ് കേട്ടോ. അതുപോലെ ഹോം ഡെലിവറി ഒക്കെ അവൈലബിൾ ആണ്. ഈ ഒരു മൊമെന്റ് എന്ന് വെച്ചാണല്ലോ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് ആണ്. അതായത് നമ്മൾ 10th പഠിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ആലോചിക്കുമായിരുന്നു നമ്മൾ സ്കൂളൊക്കെ കഴിഞ്ഞ് നമ്മൾ പല സ്ഥലത്തോട്ട് മാറിപ്പോകും. പിന്നെ നമ്മൾ ഫ്യൂച്ചറിൽ കല്യാണമൊക്കെ കഴിച്ച് നമ്മുടെ കെട്ടിയോമാർ തമ്മിലൊരു കണക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് എപ്പോഴും അടിച്ചു പൊളിക്കായിരുന്നു എന്നൊക്കെ ഞാൻ കൊച്ചിലെ തൊട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആഗ്രഹം മറന്നുപോയെങ്കിലും ഇപ്പോഴാണ് കേട്ടോ സാധിച്ചത്. അങ്ങനെ ഞങ്ങൾ 2 ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെയും കെട്ടിയോമാർ തമ്മിൽ നല്ല സിങ്കായി. ഇത് ശരിക്കും നല്ലൊരു രാത്രി തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോണേ. ബൈ.